ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പിസ്സ ചീസ് കൊണ്ടൊരു സ്നാക്സാണ്. അതിനായിട്ട് ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ 200 ഗ്രാം പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള ചീസ് നമുക്ക് നീളത്തിലായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യം കുറച്ച് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിക്കണം. ഉപ്പിട്ടാണ് ഞാനിപ്പോൾ വേവിക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങെല്ലാം ഞാനിപ്പോൾ വേവിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തോലെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാം. പൊടിച്ച ഉരുളക്കിഴങ്ങിൽ ഞാനിപ്പോൾ 1 സ്പൂൺ അരിമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 സ്പൂൺ ചില്ലി പൗഡറാണ്. നല്ല എരിവുള്ള ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ക്യാബേജും സ്പ്രിംഗ് ഓണിയനും അരിഞ്ഞതാണ്, അതുകൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലയും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ പൗഡറുമാണ്. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്തതാണ്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കണം. മാവെല്ലാം ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് മാവ് കയ്യിലെടുത്ത് പരത്തിയ ശേഷം ചീസ് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കോട്ടിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകളൊക്കെ മൈദയിൽ ഒന്ന് ഇട്ട ശേഷം റൊട്ടിപ്പൊടിയിലോ റസ്ക് പൊടിയിലോ വീണ്ടും ഒന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ എല്ലാ സ്നാക്സും നമ്മൾ പൊരിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്സൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഉള്ളിലെല്ലാം വേവിച്ചതാണ് വെച്ചിട്ടുള്ളത്. തിരിച്ചും മറിച്ചുമിട്ട് നല്ല ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.